Now, we will see what are the client education we need to give a patient who have asthma. First, we need to instruct the client on the intermittent nature of the symptoms and need for long-term management. ആസ്മ എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് നേച്ചർ ഉള്ള ഒരു ഡിസീസ് ആണ് അല്ലേ? ഇടയ്ക്ക് വരും, പിന്നെ പോകും, പിന്നെയും വരും, ഇടയ്ക്ക് വേഴ്സ് ആകും, പിന്നെ കുറയും. അങ്ങനെയുള്ള ഒരു ഡിസീസാണ് ആസ്മ. സോ നമ്മൾ നമ്മുടെ ക്ലയൻറ്റിനോട് പറയണം ഇതൊരു ഇന്റർമിറ്റന്റ് നേച്ചർ ഉള്ള ഡിസീസ് ആണെന്ന്. അത് പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇറ്റ് റിക്വയർസ് ലോങ് ടേം മാനേജ്മെൻറ്റ്. കുറച്ച് നാളത്തേക്ക് കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഈ ഒരു പേഷ്യൻസിന് ആവശ്യം വരും എന്നുള്ള കാര്യവും പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. Then next we need to instruct the client to identify the possible triggers and measures to prevent episodes. So പേഷ്യൻസിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്തൊക്കെയാണ് ട്രിഗറിങ് ഫാക്ടേഴ്സ്. ആ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സിനെയൊക്കെ അവോയ്ഡ് ചെയ്ത് എങ്ങനെ നമുക്ക് ഈ എപ്പിസോഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യവും നമ്മൾ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത്? വി നീഡ് ടു ഇൻസ്ട്രക്ട് ദ ക്ലയൻറ്റ് ടു ഐഡൻറ്റിഫൈ ദ പോസിബിൾ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആൻഡ് ദ മെഷർ ടു പ്രിവെൻറ്റ് എപ്പിസോഡ്സ്. Then we need to instruct the client on the management of medication and proper administration. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ പേഷ്യൻസിനെ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷൻ ആൻഡ് പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ മെഡിസിൻ എങ്ങനെ എടുക്കണം? ആസ്മ ഉള്ള പേഷ്യൻസിന് ചിലപ്പോൾ നമ്മൾ ഇൻഹേലേഴ്സ് കൊടുക്കേണ്ടതായി വരും. സോ ഇൻഹേലേഴ്സ് എങ്ങനെ എടുക്കണം? പഫ്സ് എങ്ങനെ എടുക്കണം? മേ ബി പേസർ യൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ പേസർ വെച്ചിട്ട് എങ്ങനെ പഫ്സ് എടുക്കണം, പിന്നെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ബിഫോർ യൂസിങ് ആൻ ഇൻഹേലർ ആൻഡ് ആഫ്റ്റർ യൂസിങ് ഇറ്റ് പേഷ്യൻറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. We need to instruct the client on the management of medication and proper administration of medication. Next, we need to instruct the client on the correct use of peak flow meter. നമ്മൾ പേഷ്യൻസിന് പീക്ക് ഫ്ലോ മീറ്റർ അല്ലെങ്കിൽ സ്പൈറോമീറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ടാവണം. പേഷ്യൻസിന് ബ്രീത്തിങ്ങിൻ്റെ എക്സസൈസ് ആയിട്ട് സോ അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ്, we need to help the client to develop the asthma action plan with the primary provider. പ്രൈമറി പ്രൊവൈഡർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രാക്ടീഷണർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിരിക്കണം. അയാളുടെ ഒപ്പം നിന്നിട്ട് ഒരു ആസ്മ ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ നഴ്സസ് ഹെൽപ്പ് ചെയ്യണം. We need to teach what to do if an episode of asthma occurs. If an asthma episode occurs in home or at school, എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഫാമിലി മെമ്പേഴ്സിനോടും പറഞ്ഞു കൊടുക്കണം. നമ്മൾ കണ്ടു ഇഫ് ആസ്മ ഉണ്ടാകുവാണെങ്കിൽ ഹൈ ഫ്ലെയിംസ് ആസ് പൊസിഷൻ അല്ലെങ്കിൽ സിറ്റിംഗ് പൊസിഷൻ ഒക്കെ കൊടുത്ത് ബ്രീത്തിങ് നമുക്ക് ഈസി ആക്കണം അല്ലേ? സോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഫാമിലിയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. സോ എന്താണ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ഒരു പ്രൈമറി പ്രൊവൈഡറിൻ്റെ കൂടെ നിന്നിട്ട് ഒരു ആസ്മ ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ we need to teach the patient what to do if there is an episode of asthma. സോ എന്തൊക്കെയാണ് നമ്മൾ ക്ലയൻറ്റ് എഡ്യൂക്കേഷനിൽ കാണുക? അവിടെ നമ്മൾ we need to instruct the client about the intermittent symptoms of asthma. അതുപോലെ തന്നെ patients required a long-term treatment. Next, we need to instruct the client to identify the triggering factors and how to prevent the episodes. Then we need to instruct the client how to manage the medication and how to administrate it. Then we need to instruct the client about the correct use of peak flow meter, and we need to help the patient to develop an asthma action plan with the help of a primary provider. And also we need to educate or teach the patient what to do if there is an episode of asthma.